നമ്മൾ ഇന്ന് പുതിയ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് നമ്മൾ കമ്മ്യൂണിക്കേഷന്റെ മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേഷൻ ആണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വേവ് പ്രൊപ്പഗേഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഈസ് ഓൾസോ കോൾഡ് ആസ് റേഡിയോ വേവ്. അതിനെ നമ്മൾ റേഡിയോ വേവ്സ് എന്നും കൂടെ പറയും കേട്ടോ. റേഡിയോ വേവ്സ് എന്നും കൂടെ പറയും. അപ്പൊ റേഡിയോ വേവ് എന്ന് പറഞ്ഞു തന്നാലും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞിട്ട് വന്നാലും സെയിം തന്നെയാണ്. So radio waves are electromagnetic waves with the longest wavelength in electromagnetic spectrum. നമ്മളെല്ലാവരും ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം പഠിച്ചിട്ടുണ്ട്. ചെറിയ ക്ലാസ് 10th മുതലൊക്കെ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം അറിയാം അല്ലെ. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിനെ നമ്മളിങ്ങനെ ഒരു ലീനിയർ സ്കെയിലിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. നമുക്ക് സംവർ ഹിയർ വി വിൽ ഹാവ്, നമ്മൾ വിസിബിൾ സ്പെക്ട്രം ആയിരിക്കും കൂടുതലും പഠിച്ചിട്ടുണ്ടാവുക. വിസിബിൾ സ്പെക്ട്രം അല്ലെ, നമ്മുടെ ലൈറ്റ്, വിസിബിൾ ലൈറ്റിന്റെ അല്ലെ 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെ അല്ലെ. നമ്മൾ ഈ ഒരു ആക്സിസിൽ നമ്മൾ വേവ് ലെങ്ത് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയുള്ളതാണ് ഇത് നമ്മളുടെ വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. അതായത് വയലറ്റ് ടു റെഡ്, വയലറ്റ് കളർ ടു റെഡ്, വിബ്ജിയോർ എന്ന് പറയും. ഇതിന്റെ ഇടയിൽ നമുക്ക് ഇൻഡിഗോ ഉണ്ടാകും, ബ്ലൂ ഉണ്ടാകും, ഗ്രീൻ ഉണ്ടാകും, യെല്ലോ ഉണ്ടാകും, ഓറഞ്ച് ഉണ്ടാകും. ഇത്രയും കളേഴ്സ് ഉണ്ടാകും ഇതിന്റെ ഇടയിൽ. അപ്പൊ അതിന്റെ എല്ലാം വേവ് ലെങ്ത് ഡിഫറെന്റ് ആയിരിക്കും. സോ ആഫ്റ്റർ 700 റെഡിന് ശേഷം വരുന്നതാണ് ഇൻഫ്രാറെഡ്. വയലറ്റിന് മുന്നേ വരുന്നതാണ് അൾട്രാ വയലറ്റ്. ഓക്കെ, സോ ഇങ്ങോട്ടേക്ക് പോകുന്തോറും വേവ് ലെങ്ത് കൂടി കൂടി വരും. തിരിച്ചാണെങ്കിലോ ഇങ്ങോട്ടേക്ക് പോകുന്തോറും ഫ്രീക്വൻസി ആണ് കൂടി കൂടി വരുന്നത്. സോ വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ കുറെ വേവുകൾ ഉണ്ടാകും. ഓക്കെ, അൾട്രാ വയലറ്റ്, എക്സ്റേസ്, ഗാമ റേസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ വേവ്സ് ഉണ്ടാകും. അതിൽ ഏറ്റവും വേവ് ലെങ്ത് കൂടിയ പോർഷനിൽ ഇരിക്കുന്ന വേവ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഡിയോ വേവ്സ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന്റെ ടിപ്പിക്കൽ റേഞ്ച് ഓഫ് വേവ് ലെങ്ത് എന്താണെന്ന് നോക്കിയാൽ, ഫ്രീക്വൻസി എന്താണെന്ന് നോക്കിയാൽ, ഫ്രീക്വൻസി ഈസ് 300 ജിഗാഹെർട്സ്, 300 ജിഗാഹെർട്സ് ആൻഡ് ബിലോ. അതാണ് നമ്മളുടെ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ റേഡിയോ വേവ്സിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. 300 ജിഗാഹെർട്സും അതിന്റെ താഴെയുള്ള ഫ്രീക്വൻസിയുള്ള സിഗ്നൽസിനെ നമ്മൾ റേഡിയോ വേവ്സ് എന്ന് പറയും. ദേ ആർ ബേസിക്കലി ഡിഫൈൻഡ് ആസ് superimposed oscillations of mutually perpendicular electric and magnetic field in space with their direction of propagation perpendicular to both of them. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കൊരു ട്രാൻസ്മിറ്റിംഗ് ആന്റിന ഉണ്ട്. ലെറ്റ് ഇറ്റ് ബി ട്രാൻസ്മിറ്റിംഗ് ആന്റിന. ഇത് ട്രാൻസ്മിറ്റിംഗ് ആന്റിന ആണെന്ന് വിചാരിക്കുക. ദിസ് വിൽ ബി റിസീവിംഗ് ആന്റിന. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും, ഈ ആന്റിന എന്ത് ചെയ്യും, ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽസ് പ്രൊപ്പഗേറ്റ് ചെയ്യും. ഈ റിസീവിംഗ് ആന്റിന എന്ത് ചെയ്യും, ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് റിസീവ് ചെയ്യും അല്ലെ. സോ ഇൻ ബിറ്റ്വീൻ വിൽ ഹാവ് വേവ് പ്രൊപ്പഗേഷൻ ഉണ്ടാകും. സോ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ അതിന്റെ പേര് പറയുന്നത് പോലെ തന്നെ ദർ വിൽ ബി ഇലക്ട്രിക് ക്വാണ്ടിറ്റി ആൻഡ് മാഗ്നറ്റിക് ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ആസ് വെൽ ആസ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, ഈ ഇതിന്റെ നേച്ചർ എന്തായിരിക്കും, ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ നോർമലായിട്ട് അതിന്റെ ഇന്റൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിനെ ഇ എന്നും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റിനെ നമ്മൾ എച്ച് എന്നുമാണ് ഡിനോട്ട് ചെയ്യുക. സോ ഇ ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു എച്ച് ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഇയും എച്ചും പെർപെൻഡിക്കുലർ ആണ്. ഇനി അതിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ, അത് ഏത് ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യാന്നുള്ളത് ഏതായിരിക്കും, ഈ ഇയുടെയും എച്ചിന്റെയും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും. ഇപ്പൊ സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ഡയമെൻഷനിലായിട്ട് നമുക്ക് സ്പേസിനെ കൺസിഡർ ചെയ്യാം അല്ലെ. 3 ഡയമെൻഷനിലായിട്ട് കൺസിഡർ ചെയ്യാം. ലെറ്റ് ഇറ്റ് ബി എക്സ് ഡയറക്ഷൻ, ദിസ് വിൽ ബി വൈ ഡയറക്ഷൻ ആൻഡ് ദിസ് വിൽ ബി ഇസഡ് ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എക്സ് ഡയറക്ഷനിലാണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ക്വാണ്ടിറ്റി ഉള്ളത്, വൈ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ക്വാണ്ടിറ്റി ഉള്ളതെന്ന് വിചാരിക്കുക. സോ ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. Now the direction of propagation of this electromagnetic wave is always perpendicular to both E and H. ഇക്കും എച്ചിനും പെർപെൻഡിക്കുലർ ആയിട്ട് ഇനി ഏത് ഡയറക്ഷനിലായിരിക്കും വരിക, ഇസഡ്. ഓക്കെ, സോ എക്സ് ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡും വൈ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡും ആണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എപ്പോഴും ഇസഡ് ഡയറക്ഷൻ ആയിരിക്കും. ഇനി നേരെ തിരിച്ചും വരാം, എക്സ് ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡും ഇസഡ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡും ആണെങ്കിൽ പ്രൊപ്പഗേഷൻ വൈയിലായിരിക്കും. സോ ഓൾവേസ് ദീസ് 3 ക്വാണ്ടിറ്റീസ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. അത് ഒന്ന് ഓർത്തിരിക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും EM waves are in electromagnetic waves, both electric field and magnetic field are mutually perpendicular, and also they are these two quantities, electric and magnetic field quantities are perpendicular to their direction of propagation. അതും കൂടെ ഓർത്തിരിക്കണം. They travel with a velocity which is approximately equal to speed of light.
സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാണ്? സി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക അല്ലെ. സി ഈക്വൽ ടു 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെയും പല പ്രാവശ്യം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട് വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് വേറെ യൂണിറ്റ് ഇവിടെ തരും. നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലാണ് 10⁸. ഇനി 3 × 10⁻10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. സോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓപ്ഷൻസ് തരും. സോ ഇത് യൂണിറ്റും കൂടി ഇതിന്റെ കൂട്ടത്തിൽ ഓർത്തിരിക്കുക. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ഈ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള ഏത് വേവ്സ് എടുത്താലും അതിന്റെ എല്ലാം വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ എന്തായിരിക്കും? ഇറ്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ലൈറ്റ് തന്നെയായിരിക്കും, c × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സോ ലൈറ്റ് വേവ്സ് എന്ന് പറഞ്ഞാൽ ഈ വിസിബിൾ സ്പെക്ട്രത്തിലുള്ളതാണ്. ഈ ലൈറ്റ് വേവ്സ് ട്രാവൽ ചെയ്യുന്ന അതേ വെലോസിറ്റിയിലായിരിക്കും എക്സ്റേസ് ട്രാവൽ ചെയ്യുക, ഗാമ റേസ് ട്രാവൽ ചെയ്യുക, റേഡിയോ വേവ്സ് ട്രാവൽ ചെയ്യുക, ഇൻഫ്രാറെഡ് ട്രാവൽ ചെയ്യുന്ന ഏത് വേവ്സ് എടുത്തിട്ടുണ്ടെങ്കിലും their velocity of propagation will be equal to speed of light. അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ചോദിക്കും വാട്ട് ഇസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഓഫ് എക്സ്റേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്തത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ ഓസിലേഷൻസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ക്രോസിംഗ് ഓവർ ഓഫ് ആൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ക്രോസ് ഓവർ ചെയ്തിട്ടാണ്, അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഒരു ഫ്ലോ ചെയ്യുന്നിടത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, അങ്ങനെ അത് ക്രോസ് ഓവർ ആയിട്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ വേവ് ഫോം ഒന്ന് നമുക്ക് നോക്കാം. സോ ദിസ് ഇസ് ദ ഡയഗ്രം റെപ്രസെന്റിങ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്വാണ്ടിറ്റി ഉണ്ടാകും. ഈ ബ്ലൂ കളറിൽ റെപ്രസെന്റ് ചെയ്തത് ഇലക്ട്രിക് ഫീൽഡ് ക്വാണ്ടിറ്റി ആണ്, റെഡ് കളറിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ക്വാണ്ടിറ്റി ആണ്. സോ ദേ ആർ സൈനസോയിഡൽ ഓസിലേഷൻസ് ആൻഡ് they are crossing each other and are perpendicular to each other. Okay, and also they are perpendicular to the direction of propagation. പ്രൊപ്പഗേഷന്റെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ റെഡ് കളറിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഇലക്ട്രിക് ഫീൽഡിന്റെയും ഡയറക്ഷനും അതുപോലെ തന്നെ ഈ ഡയറക്ഷൻ പ്രൊപ്പഗേഷൻ ഡയറക്ഷനും മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്നുള്ളതും കൂടെ ഓർത്ത് വെച്ചേക്കണേ. ഇനി വാട്ട് ആർ ദ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേഷൻ? ഒന്നാമത്തത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാവൽ അറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ സ്ലൈഡിൽ ഒന്ന് പറഞ്ഞു. സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഡു നോട്ട് റിക്വയർ എനി മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. അപ്പൊ അതിന് ഒരു മീഡിയവും വേണ്ട, മീഡിയം ഇല്ലാതെ തന്നെ അത് പ്രൊപ്പഗേറ്റ് ചെയ്യും. ഓക്കെ, സോ മീഡിയം ഓഫ് പ്രൊപ്പഗേഷൻ ഈസ് ആബ്സെന്റ് ഫോർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഫ്രീ സ്പേസിൽ ട്രാവൽ ചെയ്യാൻ പറ്റും അതിന്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ട്രാവൽ ഇൻ ട്രാൻസ്വേഴ്സ് ഫോം. ട്രാൻസ്വേഴ്സും ലോഞ്ചിറ്റ്യൂഡിലും ഉണ്ട്. ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഇതിപ്പോ ഒരു ട്രാൻസ്മിറ്റർ റിസീവർ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷൻ, ഈ ലീനിയർ ഡയറക്ഷനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ EM waves are always prefer to take the direction as transverse direction. ഇങ്ങനെയായിരിക്കും ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാവൽ ചെയ്യാം. ഓക്കെ, electromagnetic waves are not deflected by electric or magnetic field. So they themselves contains എന്താണ് ഇലക്ട്രിക്കും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അപ്പൊ വേറെ ഏതെങ്കിലും ഒരു ഇലക്ട്രിക് ഫീൽഡിലോ മാഗ്നറ്റിക് ഫീൽഡിലോ കൂടെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ അതുമൂലം ഇതിന് ഡിഫ്ലക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അത് അതിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എങ്ങനെയാണോ അത് തന്നെ ഫോളോ ചെയ്യും. സോ ദേ ആർ നോട്ട് ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ഓർ മാഗ്നറ്റിക് ഫീൽഡ്. സപ്പോസ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇത് ഇവിടെ ഒരു നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡോ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡോ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക ഇതിന്റെ ഡയറക്ഷനിൽ. അപ്പൊ അതുമൂലം ഇത് ഇങ്ങോട്ടേക്കോ ഒന്നും ഡിഫ്ലക്ഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. ഇത് ഈ ഒരു ഡയറക്ഷനിൽ തന്നെ ട്രാവൽ ചെയ്യുന്നു. ആൻഡ് ദേ ക്യാൻ ബി പോളറൈസ്ഡ്. പോളറൈസ് ചെയ്യാനായിട്ട് പറ്റും. പോളറൈസേഷൻ എന്താണെന്ന് ഞാൻ അടുത്ത് പറഞ്ഞു തരുന്നുണ്ട്. സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ക്യാൻ ബി പോളറൈസ്ഡ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അണ്ടർഗോ ഇന്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ. സോ ഇന്റർഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇപ്പൊ രണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഒരേ അല്ലെങ്കിൽ രണ്ടെണ്ണത്തിന്റെ എഫക്ട് ഒരുമിച്ച് വരുന്നുണ്ട് എന്ന് വിചാരിക്കുക, ഓവർലാപ്പ് ചെയ്തിട്ടൊക്കെ വരുന്നുണ്ട്. സോ ദേ ക്യാൻ ഇന്റർഫിയർ, അതായത് ഒന്ന് മൂലം മറ്റൊന്നിനകത്ത് അതിന്റെ ഇന്റർഫറൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ വേറൊരു ട്രാൻസ്മിറ്ററും ഇവിടെ വേറൊരു റിസീവറും ഉണ്ടെന്ന് വിചാരിക്കുക. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെയും തൊട്ടടുത്ത് തന്നെ വേറെ ഒരെണ്ണം ഉണ്ട്. സോ ഇതിന്റെ രണ്ടിന്റെയും ഫീൽഡ് തമ്മിൽ എന്ത് ചെയ്യാം? ഇന്റർഫിയർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഡിഫ്രാക്ഷനും പോസിബിൾ ആണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി ഇതാണ് നമ്മളുടെ സ്പെക്ട്രം. ഞാൻ നേരത്തെ കാണിച്ച സ്പെക്ട്രം ആണ്. വിസിബിൾ ലൈറ്റ്, ദെൻ ബിഫോർ വയലറ്റ് യു വിൽ ഹാവ് അൾട്രാ വയലറ്റ്, എക്സ്റേ, ഗാമ റേ. ഇങ്ങോട്ടേക്ക് പോകും തോറും എന്താണ്?
ഇൻക്രീസിങ് വേവ് ലെങ്ത് ഡയറക്ഷൻ ആണിത്. സോ റെഡ് കഴിഞ്ഞാൽ പിന്നെ ഇൻഫ്രാറെഡ്, ദെൻ മൈക്രോവേവ് ഫ്രീക്വൻസി, ദെൻ FM റേഡിയോ ഫ്രീക്വൻസി, ദെൻ AM വേവ്സ്. AM ഒക്കെ നമ്മൾ പഠിച്ച FM AM ഒക്കെ നമ്മൾ ടെലിവിഷനിൽ ജസ്റ്റ് കണ്ടതായിരുന്നു അല്ലെ. പിക്ചറിനെ മോഡുലേറ്റ് ചെയ്യാൻ നമ്മൾ ഈ ഒരു ഫ്രീക്വൻസി റേഞ്ച് ആണ് യൂസ് ചെയ്യുക AM-ന്റെ. അതുപോലെ ഓഡിയോ സിഗ്നൽസിനെ മോഡുലേറ്റ് ചെയ്യാൻ നമ്മൾ FM ആണ് യൂസ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ ദീസ് ആർ ദ റേഡിയോ വേവ്. നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ ലോങ് റേഡിയോ വേവ്സ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഇൻക്രീസിങ് വേവ് ലെങ്ത് ഡയറക്ഷൻ ആണ്. അതായത് ഈ ഡയറക്ഷനിൽ ലാംഡ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ഈ ഡയറക്ഷനിലാണെങ്കിൽ ഫ്രീക്വൻസി ആണ് ഇവിടെ ഇൻക്രീസ് ചെയ്യുക. ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫ്രീക്വൻസിനെ നമ്മൾ ന്യൂ എന്നൊക്കെ എഴുതാറുണ്ട്. സോ ഇവിടെ ദർ ഇസ് എ റിലേഷൻ F ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് എന്നാണ് അല്ലെ. എഫ് കൂടുമ്പോൾ എന്താണ്? എഫ് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറവായിരിക്കും അല്ലെ. ഫ്രീക്വൻസി ഏറ്റവും കുറവുള്ളത് ഈ ലോങ് റേഡിയോ വേവ്സിനായിരിക്കും. 10⁻�0 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ. 10⁻�0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഏറ്റവും ഈ അറ്റത്തേക്ക് പോകുമ്പോഴത്തേക്കും അതിന്റെ വേവ് ലെങ്ത് എത്രയായി? 10⁸ അത്രയും മീറ്റേഴ്സ് ഒക്കെ ആയി അല്ലെ. അപ്പൊ ഇവിടെ ഫ്രീക്വൻസി എത്രയാണ്? 1 ഹെഡ്സ് ആണ്. 1 ഹെഡ്സ് ആണ്. ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഗാമാ റേസ് ഒക്കെ വരുന്ന സമയത്ത് ഫ്രീക്വൻസി എത്രയായി? 10⁻24 അത്രയും വലിയ ഫ്രീക്വൻസി, അത്രയും ഹെഡ്സ് ആയി അല്ലെ. അപ്പൊ അതിന്റെ വേവ് ലെങ്ത് നോക്കിയാൽ 10⁻⁻16 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/10⁻�16 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്മോൾ ഫ്രാക്ഷൻ. അത്രയേ ഉള്ളൂ. ഒരു മീറ്റർ ലെങ്ത്തിന്റെ ഒരു വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. സോ എഫ് ഈസ് ഓൾവേസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ അല്ലെ. വേവ് ലെങ്ത്തും ഫ്രീക്വൻസി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു C ഡിവൈഡഡ് ബൈ ലാംഡ ഓർ C into 1/λ എന്ന് പറയുന്നതിന് പകരം C ഡിവൈഡഡ് ബൈ ലാംഡ, where this constant C is called velocity of light. Velocity of light, which is equal to 3 into 10⁸8 meter per second. Okay. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഓർത്തിരിക്കുക ഓരോന്നിന്റെ ഫ്രീക്വൻസി എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യണേന്നൊക്കെ ഉള്ളതൊക്കെ. ഓക്കെ, ഇതിൽ ഏറ്റവും ഈ വിസിബിൾ സ്പെക്ട്രത്തില് ഏറ്റവും ലോവസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത് വയലറ്റിനാണ്. 400 നാനോമീറ്റർ ആണ് കേട്ടോ. ഇത് നാനോമീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. 400 നാനോമീറ്റർ. റെഡിന് 700 നാനോമീറ്റർ. സോ 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയാണ് വിസിബിൾ സ്പെക്ട്രം. അതിൽ ഏറ്റവും പിന്നെ നമുക്ക് റിലേറ്റീവ് സെൻസിറ്റിവിറ്റി, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതോ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു റിലേറ്റീവ് സെൻസിറ്റിവിറ്റി. അത് ഏറ്റവും കൂടുതലുള്ളത് ഈ ഗ്രീനിഷ് യെല്ലോ കളറിനായിരിക്കും. ഗ്രീനിന്റെയും യെല്ലോയുടെയും ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കളറിനായിരിക്കും. 550, അതായത് ഇതിന്റെ മിഡിൽ 550 നാനോമീറ്ററിലായിരിക്കും നമുക്ക് ഏറ്റവും റിലേറ്റീവ് സെൻസിറ്റിവിറ്റി കൂടുതലുള്ളത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഈ റിലേറ്റീവ് സെൻസിറ്റിവിറ്റി കൂടിയിട്ടുള്ള ലൈറ്റ് അത് ഗ്രീനിഷ് യെല്ലോ എന്നൊക്കെയാണ് എഴുതാറുള്ളത് കേട്ടോ. ഗ്രീനിഷ് യെല്ലോ കളറൊക്കെയാണ്. പിന്നെ ഈ 400 റെഡിന്റെ വയലറ്റിന്റെ ഓർത്തിരിക്കുക, 700 ഇതിന്റെ ഓർത്തിരിക്കുക, റെഡിന്റെ ഓർത്തിരിക്കുക. ഇനി ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് യൂണിറ്റ് വേറെ ആയിട്ട് തരും. ഓക്കെ, ഇപ്പൊ വയലറ്റിന്റെ വേവ് ലെങ്ത് 400 നാനോമീറ്റർ എന്നുള്ളത് ഓപ്ഷനിൽ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ നോക്കുക 4000 ആങ്സ്ട്രം ഉണ്ടോന്ന്. ആങ്സ്ട്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻9 ആണ്. ഓക്കെ, ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ 10⁻⁻10 ആണ്. അപ്പൊ ഇവിടെ ഒരു 10⁻⁻1 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 10ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ 400 4000 ആയി. ഒരു 10⁻⁻1 അധികമാകുമ്പോൾ 10⁻⁻10 ആയി. അതിന്റെ യൂണിറ്റിനെയാണ് നമ്മൾ ആങ്സ്ട്രം എന്ന് പറയുന്നത്. സോ 4000 ആങ്സ്ട്രം, 7000 ആങ്സ്ട്രം, 5500 ആങ്സ്ട്രം. ഓക്കെ, അങ്ങനെ വ്യത്യാസം വരും. അപ്പൊ അത് ആ ഒരു കാര്യം കൂടി ഇതിനകത്ത് ഓർത്തു വെച്ചേക്കണേ. ഇനി അടുത്തത് ദ റിലേഷൻ ബിറ്റ്വീൻ വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ദേ ആർ റിലേറ്റഡ് ആസ്, നമ്മൾ നേരത്തെ എഴുതിയത് എങ്ങനെയായിരുന്നു? എഫ് ഇസ് ഈക്വൽ ടു C by lambda എന്ന് പറയുന്ന എക്സ്പ്രഷൻ ആണ് എഴുതിയത്. സോ ഈ എക്സ്പ്രഷനിൽ നമുക്ക് എങ്ങനെ എഴുതാം? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഈസ് ഫ്രീക്വൻസി മൾട്ടിപ്ലൈഡ് ബൈ വേവ് ലെങ്ത്. ഓക്കെ, സോ where C is velocity of light equal to 3 into 10⁸8 meter per second. So this is the relation. ചെറിയ കുഞ്ഞു പ്രോബ്ലം ഒക്കെ ചിലപ്പോൾ ചോദിക്കാം, ഫ്രീക്വൻസി തന്നിട്ട് പിന്നെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനൊക്കെ. അപ്പൊ C നമ്മൾ അറിയണം. സിയുടെ വാല്യൂ കാണാണ്ട് പഠിച്ചു വെച്ചേക്കണം. നമുക്ക് കുഞ്ഞു നാളിൽ മുതൽ അറിയുന്നതാണ്. 3 into 10⁸8 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നുള്ളത് യൂണിറ്റ് അടക്കം പഠിച്ചു വെച്ചേക്കാം. ചിലപ്പോൾ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പോളറൈസേഷൻ. നേരത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പോളറൈസേഷൻ അല്ലെ.
ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ക്യാൻ ബി പോളറൈസ്ഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ there are different types of polarization. Polarization നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. സോ അതിന് മുന്നേ എന്താണ് പോളറൈസേഷൻ എന്ന് ഡിഫൈൻ ചെയ്യാം. പോളറൈസേഷൻ ഇൻഡിക്കേറ്റ്സ് ഓറിയന്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ദ എർത്ത് സർഫസ്. ഓക്കെ, ഇപ്പൊ എർത്തിന്റെ സർഫസ്, എർത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയാണ്, എർത്തിന്റെ സർഫസിന് എപ്പോഴും ഒരു കർവേച്ചർ ഉണ്ടാവും അല്ലെ. എർത്ത് നമ്മൾ ഓവൽ ഷേപ്പിലൊക്കെ ആയിട്ടാണ് പറയുക, അല്ലെങ്കിൽ റൗണ്ട് അല്ല, ഓവൽ ഷേപ്പ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എർത്തിന്റെ സർഫസ് പറയുക. ഓക്കെ, ഇനി ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ ഓറിയന്റേഷൻ വിത്ത് റെസ്പെക്ട് ടു എർത്ത് സർഫസ് ഈസ് കോൾഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പോളറൈസേഷൻ. ഓക്കെ, അതിൽ നമുക്ക് ലീനിയർ പോളറൈസേഷൻ ഉണ്ട്, സർക്കുലർ പോളറൈസേഷൻ ഉണ്ട്, എലിപ്റ്റിക്കൽ പോളറൈസേഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് വേവ് പ്രൊപ്പഗേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്ക് ലീനിയർ പ്രൊപ്പഗേഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. സോ വാട്ട് യു മീൻ ബൈ ലീനിയർ പ്രൊപ്പഗേഷൻ? ലീനിയർ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രൊപ്പഗേഷൻ അല്ല, പോളറൈസേഷൻ കേട്ടോ. The electric field vector maintains a fixed direction in space. നമ്മളൊരു സ്പേസിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു ഫിക്സഡ് ഡയറക്ഷനിലാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക് ഫീൽഡ് ആർ അറേഞ്ച്ഡ് ഇൻ ദിസ് ഡയറക്ഷൻ, ഇങ്ങനെ എല്ലാ പോയിന്റിലും ഈ ഒരു ഡയറക്ഷനിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഒരു ഫിക്സഡ് ഡയറക്ഷനിലാണ്. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ ഞാൻ എക്സ് ഈ ആക്സിസിൽ, വൈ ഇവിടെയും, ഇസഡ് ഇതാണെങ്കിലും ഇലക്ട്രിക് ഫീൽഡിന്റെ വെക്ടർ ഏത് ഡയറക്ഷനിലാണ്? വൈ ഡയറക്ഷനിലാണ്. സോ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഈസ് അറേഞ്ച്ഡ് ഇൻ എ ഫിക്സഡ് ഡയറക്ഷൻ. ദെൻ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ ലീനിയർലി പോളറൈസ്ഡ്. ഇതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള പോളറൈസേഷനും ആവാം അല്ലെ. ഇപ്പോഴും നമുക്ക് എന്താണ്, എക്സ് ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ കേട്ടോ, ഇത് ഇ ആണ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ. സോ ഇറ്റ് ഈസ് ഓൾസോ ലീനിയർലി പോളറൈസ്ഡ്. So whenever the electric field vector is arranged in a fixed direction, it is called linear polarization. Okay, ഈ ലീനിയർ പോളറൈസേഷനിൽ രണ്ട് തരമാണ്, ഹൊറിസോണ്ടൽ പോളറൈസേഷനും വെർട്ടിക്കൽ പോളറൈസേഷനും. In horizontal polarization, the electric field vector propagates parallel to earth surface. Okay, ഇപ്പൊ ഹൊറിസോണ്ടൽ ആണെങ്കിൽ പാരലൽ ആയിരിക്കും അല്ലെ. ഇപ്പൊ ഞാൻ ഈ പോയിന്റ് എടുക്കുവാണെങ്കിൽ എനിക്ക് ഇങ്ങനെ, ഈ പോയിന്റ് എടുക്കുവാണെങ്കിൽ ഇങ്ങനെ, ഈ പോയിന്റ് എടുക്കുവാണെങ്കിലും ഇങ്ങനെ. സോ പാരലൽ ആയിട്ട്, എർത്ത് സർഫസിന് പാരലൽ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ എങ്കിൽ ഇത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണ്. ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഹൊറിസോണ്ടൽ പോളറൈസേഷൻ. സോ വി ആർ ഓൾവേസ് എക്സ്പ്രസ് പോളറൈസേഷൻ വിത്ത് റെസ്പെക്ട് ടു എർത്തിന്റെ കർവേച്ചറിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ എർത്തിന്റെ സർഫസിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് പറയുക. വെനെവർ ദ ഇലക്ട്രിക് ഫീൽഡ് ക്വാണ്ടിറ്റി ഈസ് പാരലൽ ടു എർത്ത് സർഫസ്, it is called horizontal polarization. What is vertical polarization? The electric field vector propagates perpendicular to earth surface. അല്ലെ, perpendicular to earth surface എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് മൂവ് ചെയ്യുന്നതാണെങ്കിൽ അതിനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് ടൈപ്പ് ലീനിയർ പോളറൈസേഷൻ ആണ് നമ്മൾ നോക്കിയത്. ഇനി സർക്കുലർ പോളറൈസേഷനും എലിപ്റ്റിക്കൽ പോളറൈസേഷനും നമുക്ക് ഇവിടെ പഠിക്കേണ്ട, ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. സർക്കുലർ ആണെങ്കിൽ ഒരു സർക്കിളിന്റെ, അതായത് ആ ഇലക്ട്രിക് ഫീൽഡിന്റെ വെക്ടറിന്റെ ലോക്കസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സർക്കിൾ കിട്ടും. എലിപ്റ്റിക്കൽ ആണെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ലോക്കസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? ഒരു എലിപ്സ് ആയിരിക്കും കിട്ടുക. അതാണ് എലിപ്റ്റിക്കൽ പോളറൈസേഷനും അതുപോലെ തന്നെ സർക്കുലർ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്ക് എന്താണ് ലോക്കസ് ഫോളോ ചെയ്യുമ്പോൾ കിട്ടുക? ഇപ്പൊ ഇത് ഇങ്ങനെയാണ് അല്ലെ. ഇപ്പൊ ഈ ഒരു പോളറൈസേഷൻ, വെർട്ടിക്കൽ പോളറൈസേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ലോക്കസ് എന്ന് പറയുന്നത് ഇതിവിടെ ഇതിനെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്കൊരു ലൈൻ ആയിരിക്കും കിട്ടുക. അതുപോലെ ഇതാണെങ്കിലും നമുക്കൊരു ലൈൻ ആയിരിക്കും കിട്ടുക. സോ വെർട്ടിക്കൽ പോളറൈസേഷന് എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് അല്ലെ, ഈ എക്സ് വൈ സെഡ് ഈ ഡയറക്ഷനിലാണെങ്കിൽ. ഹൊറിസോണ്ടൽ പോളറൈസേഷനിലാണെങ്കിൽ എന്താണ്, ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. വെർട്ടിക്കൽ പോളറൈസേഷനിലാണെങ്കിലോ ലൈൻ പാരലൽ ടു, ഇതാണ് വെർട്ടിക്കൽ പോളറൈസേഷൻ. ഇതിനകത്ത് എന്താണ്, നമുക്ക് ലൈൻ പാരലൽ ടു വൈ ആക്സിസ് അങ്ങനെ കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് പോളറൈസേഷൻ.